നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഒരു ട്രേഡ് എടുത്തിരിക്കുന്നത് പതിവ് പോലെ തന്നെ NTPCയിലാണ്. രാവിലെ 9:30 ഈ ഒരു റെഡ് ക്യാൻഡിലിനെ റിവേഴ്സ് ആയ സമയത്ത് നമ്മളിവിടെ എൻട്രി എടുത്തു. നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ. അതിൻ്റെ കാരണം നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ റേഞ്ചിൻ്റെ മധ്യഭാഗമാണിത്. അവിടെ മാക്സിമം ഒരു ഡൗൺവേർഡ് ട്രെൻഡിന് ശ്രമിച്ചു, അത് ഫെയിലായി എന്ന് തോന്നിയപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നു എന്ന ഒരു അസംഷനിലാണ് നമ്മളിവിടെ എൻട്രി എടുത്തേക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ച് നമ്മുടെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ടാർഗറ്റ് ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്ന 1:2 ആണ്. അത് നമ്മുടെ ഇന്നലത്തെ ഹൈക്ക് മുകളിലാണ് വരുന്നത്. അങ്ങനെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ 401 വരെ ഒന്ന് കവർ ചെയ്ത് പോകും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. ഇത് നമ്മളുടെ 1:4 ആയിട്ട് വരും. സോ മാർക്കറ്റ് ഒന്ന് പോസിറ്റീവ്ലി ഒരു ക്ലോസിങ് തന്നതിന് ശേഷം 1:4 പ്ലാൻ ചെയ്യാം. ഒപ്പം സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് എന്നെങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. എന്തായാലും നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ പുഷ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഡേ ഹൈയും ലോയും വെച്ചേക്കുന്നത് വളരെ നല്ലൊരു ഡിഫറൻസിലാണ്. അപ്പോൾ നമുക്ക് കാണാം ഏകദേശം ഒരു 1.87% ചേഞ്ച് ഉണ്ട് അവിടെ. അപ്പോൾ ഇത് ഏതെങ്കിലും സൈഡിലേക്കൊന്ന് ബ്രേക്ക് ആവണം. ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ ആ ഒരു സൈഡിലേക്ക് മൊമെൻറ്റം കിട്ടും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഇനി സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഹിറ്റ് ചെയ്തേക്കാം, നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്യട്ടെ, അതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളുടെ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഇതായിരുന്നു നമ്മളുടെ 1:2 ടാർഗറ്റ് വരുന്നത്. അപ്പോൾ അവിടത്തേക്ക് മാർക്കറ്റ് അടുത്തപ്പോൾ നമ്മൾ അതിന് മുകളിൽ പോയപ്പോൾ 1:3 നമ്മളിവിടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തു. അതിന് ശേഷം ട്രയലും സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ടേക്ക് ട്രയൽ ചെയ്തു. അത് അവിടെ ട്രയലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. നമുക്കങ്ങനെ 1:2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഡർ ബുക്ക് ഞാനൊന്ന് കാണിക്കാം. നമ്മൾ രാവിലെ 9:32 65 ക്വാണ്ടിറ്റി NTPCയിൽ 391 രൂപ 40 പൈസ വെച്ചിട്ട് ബൈ ചെയ്തു. 10:45 നമ്മളിപ്പോൾ എക്സിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 395 രൂപ 35 പൈസയാണ് ട്രയലും സ്റ്റോപ്പ് ലോസ് വെച്ചത്. അത് ഹിറ്റ് ചെയ്തു. നമ്മൾ ടാർഗറ്റായിട്ട് 397 രൂപ 30 പൈസ, അതായത് 1:3 ആണ് വെച്ചിരുന്നത്. അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ 1:2 വന്നു. നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളുടെ ആ മാനസിക ധൈര്യം എന്ന് പറയുന്നത് അത്യാവശ്യം അങ്ങോട്ടേക്ക് കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ 1:1 എത്തിയപ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് എടുത്താലോ എന്ന് പലതവണ മനസ്സിൽ തോന്നി. പക്ഷേ നഷ്ടം വരുന്നെങ്കിൽ നഷ്ടം വരട്ടെ എന്നൊരു മാനസികാവസ്ഥ, എങ്ങനെയോ ഒരു ധൈര്യം കുറച്ച് കാണിച്ചു. അതുകൊണ്ടിട്ടാണ് നമുക്ക് ആ 1:2 വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റിയത്. അത് കിട്ടി, സന്തോഷമുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ട്രേഡിങ്ങിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും കൂടെ നോക്കുമ്പോൾ 51ാമത്തെ ദിവസത്തെ ട്രേഡാണിത്. നമുക്കിന്ന് NTPCയിൽ 256 രൂപ, അതായത് 1:2 റിസ്ക് റിവാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നെറ്റ് വന്നു കഴിഞ്ഞാൽ തുടങ്ങിയ അത് മുതൽ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ 17 രൂപ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ മാസത്തെ നമ്മുടെ ലോസ് 254 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇന്ന് മാർക്കറ്റ് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ലെവലല്ല. ഏകദേശം ഈ ഒരു ലെവൽ വരെ വേണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എത്താവുന്നതാണ്. അതിനുള്ള കാരണം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ഈ വീഡിയോ തീരുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഇവിടെ എത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം ഒന്ന് എടുത്ത് നോക്കുക, എവിടെ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കണക്കുകളുടെ ഇല്ലെങ്കിൽ കുറച്ച് സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കിപ്പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് അത്ര എത്തും എന്ന് നമ്മളുടെ പ്രതീക്ഷയ്ക്കുള്ള കാരണം ഇതാണ്. നമ്മൾ പറഞ്ഞു NTPCയുടെ ഇപ്പോൾ ആവറേജ് ATR എന്ന് പറയുന്നത്
ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് 3% മുകളിലാണ്. ഇവിടെ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 4%. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ 1:4 നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നതാണ്. അത് 3.37% ആണ് ഏത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോയിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് എത്താവുന്നതാണ്. ഇനി അവിടെ എത്തുന്നില്ല എങ്കിൽ പോലും ഇവിടെ 1:3 എന്തായാലും ഇന്ന് ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതായത് നമ്മളത് അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് കിട്ടിയേനെ. അപ്പോൾ എനിവേ നമുക്ക് 1:2 കിട്ടിയിട്ടുണ്ട്. ഓൾ ഓവർ നമ്മൾ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഒപ്പം ഇത് നമ്മൾ ഡേ ക്യാൻഡിലിനെ വെച്ചിട്ട് ഒരു കണക്കെടുത്തതാണ്. ഡേ ക്യാൻഡിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ഡേ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര തന്നെ ആണ് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട്, അതായത് ഏതാണോ റേഞ്ചിൻ്റെ അളവ് അത്ര തന്നെ മുകളിലേക്ക് മൂവ് ചെയ്യും എന്നതാണല്ലോ നമ്മൾ കണ്ടേക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് ആ റേഞ്ചിൻ്റെ അത്രയും തന്നെ, അതായത് 3.38% മൂവ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയെങ്കിലും അത് ഇന്ന് വരണമെന്നില്ല, നാളെ ആയിട്ടാണെങ്കിലും മാർക്കറ്റിന് എത്താവുന്നതാണ്. ഇന്നിപ്പോൾ 3.35% വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ 1.64%. അതായത് മാർക്കറ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഈ ഒരു ലൈൻ 398 രൂപയ്ക്ക് മുകളിലെങ്കിലും എത്തേണ്ടതാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മളുടെ ഈ ഒരു 1:3 എന്തായാലും ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. ഓക്കെ, അത് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കാം അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തിനെ പറ്റിയിട്ട് വേറൊരു ചാനൽ നമുക്കുണ്ട്. ഹെൽത്ത് അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ, അതായത് 2023 ജൂലൈ സമയത്ത് എൻ്റെ ഷുഗർ ലെവൽ 600 വരെ പോയായിരുന്നു. അപ്പോൾ ഈ 600 വരെ ഷുഗർ ലെവൽ പോയപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറെ കാണാനും മെഡിസിൻ എടുക്കാനുമുള്ള അവസരം ഉണ്ട്. കാരണം ഞാനത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ 600 ഷുഗർ ലെവൽ എന്നുള്ളത് ആ ടെസ്റ്റ് ചെയ്ത ലാബുകാർ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് കണ്ടോ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, 20, 25, 10, 15, 5, 6 വർഷമായിട്ട് ഷുഗറിനുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പേരെ എനിക്കറിയാം. നിങ്ങൾക്കും തീർച്ചയായിട്ടും അറിയാൻ പറ്റും, നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടാവാം. പക്ഷേ ഈ മെഡിസിൻ കഴിക്കുന്ന ഒരാൾക്കും ജീവിതത്തിൽ ഒരിക്കലും ആ മെഡിസിൻ നിർത്താൻ പറ്റുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഒരു മരുന്ന് എന്ന് പറയുമ്പോൾ രോഗത്തെ ക്യൂർ ചെയ്യാൻ പറ്റണം. രോഗത്തെ പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ മരുന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ കസ്റ്റമർ അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു കസ്റ്റമർ മാത്രമായി മാറുകയാണ്. നമുക്കെന്താ അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത്? നമുക്ക് യാതൊരുവിധ ഗുണം ഉണ്ടായിട്ടില്ല, ശരിയല്ലേ? അപ്പോൾ നമ്മൾ സ്വയമായിട്ട് ഒരു ന്യൂട്രീഷൻ കോഴ്സ് ചെയ്തു, നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സർട്ടിഫിക്കറ്റ് കിട്ടാനോ മറ്റുള്ളവരെ ആ ഒരു ബിസിനസ് മൈൻഡിലല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു വിഷയത്തെപ്പറ്റിയും പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളെന്ന നിലയ്ക്ക് അതിനെപ്പറ്റി കോഴ്സ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഏതൊരു കോഴ്സ് എടുത്താലും അതിന് ഒരു സിലബസ് ഉണ്ടാവും. ഔട്ട് ഓഫ് ദി സിലബസ് നമുക്കൊന്നും പഠിക്കാൻ അതിനകത്ത് മാർഗമില്ല. പക്ഷേ നമ്മൾ രോഗത്തിൻ്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിനെ നമുക്കൊരു സിലബസിൽ ഒതുക്കിക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഔട്ട് ഓഫ് ദി സിലബസ് നമ്മൾ സ്വന്തമായി റിസർച്ച് നടത്തിയാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ഞാൻ മനസ്സിലാക്കിയതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് ഷുഗർ എന്ന് പറയുന്ന രോഗം ആക്ച്വലി ഒരു രോഗമാണോ എന്ന് ചോദിച്ചാൽ അതൊരു രോഗമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്നതല്ല, നമ്മുടെ ജീവിതശൈലി കൊണ്ടിട്ടുണ്ടാകുന്നതാണ്. ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് കാരണം. അപ്പോൾ എന്താ വേണ്ടേ? ഈ മാറ്റങ്ങളെ നമ്മൾ പഴയപടിയാക്കിയാൽ മതി. നമുക്ക് ഏതൊരു അവസ്ഥയിലാണോ ഷുഗർ ഇല്ലാതിരുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെയാണോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്, എന്തൊക്കെയായിരുന്നു നമ്മളുടെ ഭക്ഷണ രീതികൾ, അതിലേക്ക് തിരിച്ചു വന്നാൽ മതി. അപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് വൈഫിൻ്റെ പ്രഗ്നൻസി, ഒപ്പം കൊറോണ വന്നതിന് ശേഷം വർക്കിന് വേണ്ടിയിട്ട് വെളിയിൽ പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടിരിക്കുവാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നന്നായിട്ട് കുറഞ്ഞു. വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ കാണാൻ വരുന്നവരൊക്കെ ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവരുന്നു. ആളാണെങ്കിൽ സ്വീറ്റ്സ് അധികം കഴിക്കത്തില്ല, ഇതെല്ലാം ഞാൻ കഴിക്കുന്നു. അപ്പോൾ എൻ്റെ ഫുഡ് ഇൻടേക്ക് ഒത്തിരി കൂടി. ഒപ്പം
ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒത്തിരി കുറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ്, ഒരു ദിവസം ഒരു മനുഷ്യന് 1 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ മെറ്റാബോളിക് റേറ്റ് അനുസരിച്ച് 20 കലോറിയാണ് അയാൾക്ക് വേണ്ടത്. 50% കാർബോഹൈഡ്രേറ്റിൽ നിന്നും 20% പ്രോട്ടീനിൽ നിന്നും 30% ഫാറ്റിൽ നിന്നുമാണ് കിട്ടേണ്ടത്. ഈ അളവിലാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഷുഗർ വന്ന ഏതൊരാളുടെയും ഷുഗർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് മെഡിസിൻ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഷുഗർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു 104നും 160-70 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അതിനുള്ള കാരണം ഞാൻ എൻ്റെ ഫുഡ് കൃത്യമായി എന്തൊക്കെ ഫുഡ് കഴിക്കണം, ഏത് അളവിൽ കഴിക്കണം, എത്ര നേരം ഫുഡ് കഴിക്കണം, ഇനി ഫുഡ് കുറച്ച് കൂടിപ്പോയെങ്കിൽ എത്ര അളവിൽ എക്സസൈസ് ചെയ്യണം, ഇമാതിരിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായി പഠിച്ച് മനസ്സിലാക്കി. നമ്മളത് മനസ്സിലാക്കിയപ്പോൾ വിത്തൗട്ട് മെഡിസിൻ ഫുഡിലെ കൺട്രോൾ വെച്ചിട്ട് മാത്രം നമുക്ക് ഈ ഒരു വർഷം എടുത്തു കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വരാനായിട്ട്. പക്ഷേ 5, 10, 20 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി, നമ്മളതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർമലിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ അത് കുറച്ച് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ട്രേഡ് മാത്രം നമുക്ക് പോരാ, ഹെൽത്ത് നമുക്ക് വേണം. അപ്പം നിങ്ങൾ ഹെൽത്തിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിനകത്ത് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടേക്കുന്ന വീഡിയോകൾ കുറച്ച് സ്ട്രക്ചേർഡ് അല്ല, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. പക്ഷേ അതിനകത്ത് ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഷുഗർ എങ്ങനെ കൃത്യമായി ഒരാൾക്ക് ഒരു 6 മാസ പീരീഡിനുള്ളിൽ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അത് ഈവൻ വിത്തൗട്ട് മെഡിസിൻ എങ്ങനെ മാറ്റാമെന്നുള്ളതിനെ പറ്റി വിശദമായൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി നോക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും. കാരണം മെഡിസിൻ ഇല്ല, ഷുഗർ ക്യൂർ ചെയ്യാൻ മെഡിസിൻ ഇല്ല. ജീവിതകാലം മുഴുവൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്കറിയാം, മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന മെഡിസിൻ അമേരിക്ക ബാൻ ചെയ്തു. പക്ഷേ നിലവിൽ ഇന്ത്യയിൽ ഇപ്പോഴും അത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ അത് ബാൻ ചെയ്യുന്നതിനുണ്ടായ കാരണം അത് ലിവറിനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഫാറ്റി ലിവറാണ്, സെക്കൻഡ് ലിവർ സിറോസിസ് ആണ്, തേർഡ് ലിവർ ക്യാൻസർ. ആ അവസ്ഥയിലേക്ക് പോകുന്നു, ആൾ മരണപ്പെടുന്നു. ധാരാളം ആൾക്കാർ മരിച്ചു എന്നതുകൊണ്ടിട്ടാണ് ആ ഒരു മെഡിസിൻ ബാൻ ചെയ്യപ്പെട്ടത്. ഓക്കെ, നമുക്കറിയാം, ഈ കഴിഞ്ഞിടയ്ക്ക് പോലും നമ്മൾ വായിച്ചാണ് കഫ് സിറപ്പ് കഴിച്ചിട്ട് കുട്ടികൾ 78ഓളം കുട്ടികൾ ഒരു കമ്പനിയുടെ കഫ് സിറപ്പ് കഴിച്ചിട്ട് മരിച്ചു. കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്, പക്ഷേ മരിച്ചത് കൂടുതലും സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുള്ള കുട്ടികളാണ്. മനസ്സിലാക്കേണ്ടത്, ചുമ കൊണ്ട് ഈ കുട്ടികൾ ആരും മരിക്കത്തില്ലായിരുന്നു, പക്ഷേ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് മരിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മെഡിസിൻ നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും തരുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെ, ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അയാളുടെ ജോലിയാണ് അയാൾ ചെയ്യുന്നത്, വരുമാന മാർഗ്ഗമാണ്. അവർക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട്, അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വരുന്ന മെഡിസിൻ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതെങ്ങനെയാണെന്നൊരു ഗവേഷണമൊന്നും ഒരു ഡോക്ടർ നടത്തുന്നില്ല. അയാളുടെ ജോലി ചെയ്യുകയാണ്. പ്രോട്ടോക്കോൾ അനുസരിച്ച് ചെയ്താൽ അയാൾ സേഫ് സൈഡിലാണ്. അതർവൈസ് അയാൾക്ക് ചെയ്യാനുള്ളൂ. നേരെ മറിച്ച് ആയുർവേദത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പോലും സൈഡ് എഫക്ട്സ് കൊണ്ട് ആയുർവേദ മരുന്നുകൾ കഴിച്ചിട്ട് ആരും മരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടേ ഇല്ല. എന്ന് മാത്രമല്ല, അതിനകത്ത് എന്ത് സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള, നമ്മൾ തിന്നുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതൊക്കെ തന്നെയാണല്ലോ ഒരു മെഡിസിൻ എന്ന രീതിയിൽ തരുന്നത്. അപ്പോൾ ബേസിക്കലി ഫുഡ് കൺട്രോളിലൂടെ നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ പറ്റി ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും ഓരോ മെഡിസിനും നമ്മുടെ ബോഡിക്കുള്ളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ TV-യിൽ കണ്ടതാണ്, ഒരു ലേഡി ഹോസ്പിറ്റലിൽ വന്നു, അവരുടെ രോഗത്തിന് അവർ ഇഞ്ചക്ഷൻ എടുത്തു, മണിക്കൂറുകൾക്കകം അവർ മരണപ്പെട്ടു. തീർച്ചയായിട്ടും അത് ആ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഒന്ന്, നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഓക്കെ, പക്ഷേ മോഡേൺ മെഡിസിൻ വളരെ ഡേഞ്ചറസ് ആണെന്ന് പല സിറ്റുവേഷൻസിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സോ ദാറ്റ് നമ്മൾ മെഡിസിൻ ഒന്ന് സ്വിച്ച് ചെയ്യുക, ആയുർവേദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സേഫ് സൈഡാണ്. ഓക്കെ, അതർവൈസ് ഓരോ മെഡിസിൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ WebMD എന്ന് പറയുന്ന ചാനലിൽ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും എല്ലാം നമ്മൾ ഈ ചാനലിൽ തുടർച്ചയായി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് എ സോഷ്യൽ കോസ്, അതായത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ, അറിയട്ടെ. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുകയോ, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെയോ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയുടെ ഉത്തരവാദിത്തമല്ലാതെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ഏറ്റെടുക്കുക, കാര്യങ്ങൾ അറിയുക. ഇപ്പോൾ ഷുഗറിന് എന്തായാലും ഇംഗ്ലീഷിൽ മെഡിസിൻ ഇല്ല, അതായത് കഴിച്ചിട്ട് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ക്യൂർ ചെയ്തു. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ നമുക്ക് പലതിനെയും
റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ വെക്കുന്നുണ്ടാകും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് അതും കൂടെ നോക്കിക്കൊള്ളുക കേട്ടോ. നമ്മുടെ ഹെൽത്തിനത് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു. ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ.